നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജ്ഞാനേഷ് കുമാറിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാകുകയില്ല. നോക്കൂ, കേരളത്തിൽ എത്ര നിഷ്പക്ഷതയോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ഒരു കള്ളക്കളിയും നടക്കില്ല. ഇവിടെ കിട്ടിയ BJPക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം എത്രയാണ്? കേവലം 12% താഴെ വോട്ടിംഗ്. എന്നിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇലക്ഷൻ റിസൾട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതാണ് ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ്. തമിഴക വെട്രിക്കഴകം വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ അധികാരത്തിലേറാൻ പോകുന്നു. കേരളത്തിൽ ഇതാ ജനകീയ സർക്കാർ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറാൻ പോകുന്നു. എന്നാൽ അങ്ങനെയാണോ ബംഗാളിലും അസാമിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്? എന്ത് പേക്കൂത്താണ് നടക്കുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും? കള്ളക്കളിയുടെ എല്ലാ രീതിയിലുള്ള സാധ്യതകളും അവർ ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ കോലാഹലങ്ങൾ, ഇതിനൊരു അറുതി വേണ്ടേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തതാണ്. വാസ്തവത്തിൽ അവിടെ പോലും പല മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള കള്ളവോട്ടുകൾ ചേർത്തും മണ്ഡലങ്ങൾ മാറി പല വോട്ടേഴ്സിനെ കൊണ്ടുവന്ന് ചേർത്തും അവരുടെ സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് പലയിടത്തും ജയിച്ചു. അതുതന്നെയാണ് തൃശ്ശൂരിലും കണ്ടതെന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പറഞ്ഞത് നമ്മളെല്ലാവരും ഓർക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര ദുർവിനിയോഗം അത് ചോദ്യം ചെയ്തില്ല എങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ അധികം സമയം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഈ കള്ളച്ചതി, ഈ കാട്ടുവഞ്ചന ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അധികാരം തലയ്ക്ക് പിടിച്ച രണ്ട് അധികാര കേന്ദ്രങ്ങളായി അമിത്ഷായും നരേന്ദ്രമോദിയും എക്കാലവും ഇന്ത്യ ഭരിച്ച് കീഴടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ തെരുവിലിറങ്ങുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി ആലോചിച്ചിരിക്കുന്നത്. ജനകീയമായി പ്രതിപക്ഷ ഐക്യത്തോടെ, ഇന്ത്യ മുന്നണി ഐക്യത്തോടെ വീണ്ടും ജനങ്ങളിലേക്ക് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. നോക്കൂ, കോൺഗ്രസ് എവിടെയെങ്കിലും വിജയിക്കാത്തത് കൊണ്ടല്ല അവർ സ്ഥിരം തോൽക്കുന്നു എന്ന പഴി കേൾക്കേണ്ടി വരുന്നത്. മറിച്ച് അവരെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കച്ചകെട്ടി ഇറങ്ങിയാൽ എന്ത് ചെയ്യും? EVM റദ്ദാക്കണം എന്ന് കോൺഗ്രസ് ഉദാഹരണ സഹിതം കാണിച്ചതും EVM റദ്ദാക്കിയതിന് ശേഷം തെലങ്കാനയിലും പഞ്ചാബിലും നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 അക്ക വോട്ട് പോലും പലയിടത്തും കിട്ടാത്തതും നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ച കാര്യമാണ്. അതിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം കള്ളക്കളികളും നെറികേടുകളുമാണ് ഇവിടെ നടത്തുന്നതെന്ന്. കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വി അടക്കം മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകർ പറയുന്നു, സുപ്രീം കോടതിയുടെ ആധികാരികത പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.